കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. വീണ്ടും നല്ല ഒരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിൽ നല്ല നമ്മെ സഹായിച്ചുവല്ലോ. സൗത്ത് കേരള സെക്ഷന്റെ മിഷൻ 7 ഓരോ പ്രഭാതത്തിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഭാത ധ്യാനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹവും പ്രയോജനമായി തീരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങൾ കേൾക്കുകയും ഒപ്പം അനേകർക്ക് അത് ഷെയർ ചെയ്യുന്നതൊക്കെ വേണം. നിങ്ങൾ ഒരുങ്ങുക. ദൈവം നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഈ മിഷൻ 7 വളരെ അനുഗ്രഹമായി തീരും എന്നുള്ള യാതൊരു സംശയമില്ല. ദൈവം നമ്മെ ഏവരെയും അതിനായി സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താവിഷയം ഇപ്രകാരമാണ്: ദൈവവചനം പരമ അധികാരി. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഒരല്പ നിമിഷം ഞാൻ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യമാണ്. 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനങ്ങൾ ചോദ്യം കൂടാതെ അനുസരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം മറന്നു പോകുന്നു. ചോദ്യം ചെയ്യുക. ദൈവത്തിന്റെ വചനം ചോദ്യം ചെയ്യാൻ ഉള്ളതല്ല, തർക്കിക്കാനുള്ളതല്ല, വാദിക്കാനുള്ളതല്ല ദൈവത്തിന്റെ വചനങ്ങൾ. കാരണം നമ്മൾ കേട്ടതുപോലെ ദൈവവചനം ദൈവത്തിന്റെ പരമാധികാരിയാണ്. കാരണം വചനം പറഞ്ഞത്, വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. അതിന് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകേണ്ടതായ ദൈവത്തിന് ജീവനുള്ള വചനം തർക്കിക്കാനോ വളച്ചൊടിക്കാനോ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചെയ്യണം, മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരി ആകണം ദൈവത്തിന്റെ വചനം. കാരണം യഹോവയുടെ പ്രകടമായ ആജ്ഞയിൽ നിന്നും ശൗൽ വേർപെട്ടുപോയി. തുടർന്ന് അവന്റെ ശാന്തതയില്ലാതെ ആ ഹൃദയഭാരവുമായി അവൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ചരിത്ര ഭാഗത്തിലേക്കാണ് വേദപുസ്തകം നമ്മെ പ്രത്യേകിച്ച് 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ മുഴുവൻ വായിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇവിടെ അവന്റെ മനസ്സാക്ഷിയുടെ സമ്മതത്തെ ശാന്തമാക്കുവാൻ അവൻ അന്വേഷിച്ചു. ദൈവം തന്റെ യാഗം അംഗീകരിക്കുകയും അനുസരണക്കേട് അവഗണിച്ച് അവന് മാപ്പ് കൊടുക്കുകയും ചെയ്യുമെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷെ അതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അവൻ തന്റെ മനസ്സിനെ സാന്ത്വനിപ്പിച്ചു. ശമൂവേൽ പ്രവാചകൻ തന്നെ കാണുവാൻ വന്നപ്പോൾ താൻ നീതിമാനാണെന്ന ഭാവനയാണ് അവൻ പെരുമാറിയത്. അവൻ സ്വയം വിളിച്ചു പറഞ്ഞു, നീ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ, ഞാൻ യഹോവയുടെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു എന്ന് ശൗൽ പറയുവാനിടയായി. ദൈവവചനങ്ങളെ തിരസ്കരിച്ച് ദൈവവചനത്തെ അവഗണിച്ച് തനിക്ക് തോന്നിയതുപോലെ ചെയ്തതിന്റെ ഭാഗമായി ശൗലിന്റെ ദൈവത്തിന്റെ ആത്മാവ് ശൗലിൽ നിന്ന് വിട്ടുപോകുന്നു. മാത്രമല്ല, ഇവിടെ ശൗൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുവാൻ ഇടയാകുകയും ചെയ്തു. മാത്രമല്ല, അവന്റെ അനുസരണക്കേടിന്റെ ഉറപ്പിന് ഒട്ടും ഖനമില്ലായിരുന്നു. യാതൊരു ഭാവ വ്യത്യാസമില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു ഭാവം, വേദന, താഴ്മ, കുറ്റബോധം ഒന്നും ശൗലിന് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രവാചകനായ ശമൂവേൽ തന്നെ കാണാൻ വന്നപ്പോൾ താൻ നീതിമാനാണെന്ന ഭാവമാണ് വാസ്തവത്തിൽ ശൗലിനുണ്ടായിരുന്നത്. അവന്റെ അനുസരണക്കേടിന്റെ ഉറപ്പിന് ഒട്ടും ഖനമില്ലായിരിക്കുക മാത്രമല്ല, പക്ഷേ അവന്റെ അനുസരണക്കേടിന്റെ തെറ്റുപറ്റാത്ത ലക്ഷണങ്ങൾ പ്രകടമാക്കി. താൻ ചെയ്തുപോയ തെറ്റ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവൻ വരുത്തി തീർക്കുന്ന പ്രകടനമാണ് അവന്റെ ഭാവവ്യത്യാസങ്ങളിൽ കാണുവാനിടയായിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം അറിയാമോ? ഇവിടെ ശമൂവേൽ ചോദിക്കുകയാണ്, ശൗലിനെ കാണാൻ വന്ന ശമൂവേൽ ചോദിക്കുകയാണ്, എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ
ഈ കരച്ചിലും കാളകളുടെ മുക്കറ എന്ത് എന്ന് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് ചോദിക്കുകയാണ്. എന്താണ്? എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കറലും എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന് ശൗൽ മറുപടി നൽകിയത്, അവയെ അമാലേക്കയുടെ പക്കൽ നിന്നും അവർ കൊണ്ടുവന്നതാകുന്നു. മാത്രമല്ല, ജനമാടുകളിലും കാളകളിലും മേത്തരമായവ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, പാവിയായ മനുഷ്യൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്തണം ആഗ്രഹിക്കുന്നു. ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ നല്ല ഒരു പാൽപായസം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. പായസം നല്ലതാണ്, പക്ഷെ കൊണ്ടുവരുന്ന ആള് കുഷ്ഠരോഗി ആയതുകൊണ്ടാണ് നമ്മളത് വാങ്ങി ഭക്ഷിക്കാതെ. ഇതുപോലെയാണ് ശൗൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ വേർപെട്ടു പോയതിന് ഫലമായി ദൈവത്തിൽ നിന്ന് അവൻ വേർപെട്ടു പോയി എന്ന് ശമൂവേൽ പ്രവാചകൻ ഉണർത്തുകയാണ്. ഈ കരച്ചിലും ഈ ആടുകളുടെ കരച്ചിലും ഈ കാളുടെ മുക്കറയും എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ പറഞ്ഞതെല്ലാം യാഗം കഴിക്കാൻ കൊണ്ടുവന്നതാണ്. എന്നാൽ ശമൂവേൽ തുടർന്ന് പറഞ്ഞത് ഗൗരവമേറിയ ഒരു കാര്യമാണ് ശൗലിനോട് പറഞ്ഞത്. യഹോവയുടെ കൽപ്പന അനുസരിക്കാത്തതുപോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? നീ ദൈവത്തെ അനുസരിക്കാതെ, ദൈവകൽപ്പന പ്രമാണിക്കാതെ, നീ സൽപ്രവൃത്തികളാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അത് കഴിയില്ല. അതുകൊണ്ട് ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് എന്താ ഇപ്രകാരമാണ്: യാഗത്തെക്കാളും നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനം 84:34 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ശമൂവേൽ തുടർന്ന് പറഞ്ഞത്, ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ഷാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരം പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹോവ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശൗലേ, ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കേൾക്കുന്നതായ പ്രേക്ഷകരായി എനിക്കും ബാധകം, നിങ്ങൾക്കും ബാധകമാണ്. ദൈവകൽപ്പന, ദൈവവചനം അനുസരിക്കാത്തിടത്തോളം കാലം നമ്മൾ ഏത് പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം മിഥ്യയാണ്. ദൈവത്തോട് നമ്മൾ ഏറ്റവും ചെയ്യുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുക. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ദൈവവചനം പരമാധികാരമാണ്. ആ ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശു അപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ ദൈവവചനം നമ്മുടെ കാലിന് ദൈവമായി പാതക പ്രകാശമായി തീരണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒരു പരമാധികാരമായി തീരണം. ഇസ്രായേൽ ഒന്നാമത്തെ രാജാവായ ശൗല് ദൈവവചനങ്ങൾ പ്രമാണിക്കാതെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം രാജസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി അദ്ദേഹത്തെ വേർപെടുത്തി. ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, ഭ്രാന്തനാകുന്ന അനുഭവം ഉണ്ടാകുകയായി. അതുകൊണ്ട് പ്രിയ മക്കളെ, നമുക്ക് ദൈവകൽപ്പന അനുസരിക്കാം, വചനങ്ങള് കേട്ടു അവന്റെ പാതയെ പിന്തുടരാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ പരമാധികാരമാകുന്ന വചനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ ദൈവമേ. അനുസരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇതനുസരിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുള്ളൂ. അതിനായി ഈ നാളുകൾ ഞങ്ങൾ ഒരുക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.